ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേര് അങ്ങനെ മൊത്തം കാശും കളയുന്ന എന്തിനാ ചോദിച്ചേ? ചേട്ടാ അതല്ലടാ, കാശെറിഞ്ഞ് കാശുണ്ടാക്കണം. ഇപ്പൊ കൊടുക്കുന്നു. നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് ഓട് പൊട്ടി ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ? വിളിക്കുന്നു അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഷാജി കേട്ടാ ഇവിടെ സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മൾ പെൺകുട്ടികളോടൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണ്ടേ? നീ മാറിയത് പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആൻഡ് ലേഡീസ് താങ്ക് യു. പേഴ്സണലി ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസ് ഒക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. പറ്റാറില്ല. ഇപ്പൊ ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പൊ അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. ഇതിപ്പോ ആകുമ്പത്തേക്ക് നമ്മള് എന്താ പറയാ, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അത് ആലോചിച്ചപ്പോ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. സ്പെയിൻകാർ ഇന്ത്യയിലേക്ക് വാട്ടാ ഫുട്ബോൾ കളിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേസിന് അപ്പൊ തന്നെ മെസ്സേജ് അയച്ചു, നമുക്ക് ഏതെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യണം, ട്രിപ്പ് പോവാം. അതാകുമ്പോ നീ ബാഗ് എടുത്തോ, ഇവിടെ ഒരു ജാലിയൻ വാലാബാഗ് സൃഷ്ടിക്കണ്ട, നമുക്ക് ദണ്ഡി യാത്രയ്ക്ക് പോകാം. നീ കൂടെ ഉണ്ടെങ്കിൽ തെണ്ടി യാത്രയാ.